നമസ്കാരം. അതിവിശേഷപ്പെട്ടതായ അയ്യപ്പ ചക്രമാണ്. അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നതും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ആദ്യത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് നാളുകളായി നിങ്ങൾ കൊണ്ടു നടക്കുന്നതായ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രയാസമാണ് എങ്കിലും അതിന് ഒരു അറുതി സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നു. അത്തരമൊരു കാര്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് മറക്കുവാനും അല്ലെങ്കിൽ പൊറുക്കുവാനും പൊറുക്കേണ്ടതായ കാര്യമാണ് എങ്കിൽ പുറത്തും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങളെ അത്രമേൽ വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യവുമാകാം. എന്നാൽ അതിന് നിങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ്. ഒരിക്കലും പൊറുക്കാത്ത ഒരു മുറിവ് നിങ്ങളുടെ മനസ്സിൽ നിന്നും അകലുന്നതായ സാഹചര്യം ഈ വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്നതാണ്. ശാന്തി സമാധാനം എന്തെന്ന് ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി അറിയുവാൻ പോകുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. ജീവിതത്തിലെ മാറ്റങ്ങളുമായി നിങ്ങൾ പൊരുത്തപ്പെടുകയും ഞാൻ മാത്രം ശരി എന്ന ചിന്താഗതി ഉണ്ട് എങ്കിൽ അത് വെടിയുവാൻ തയ്യാറാവുകയും എന്നിരുന്നാലും ചില തെറ്റുകൾ പോരായ്മ ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ നാളുകൾ കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. അതായത് എന്തെങ്കിലും അത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരും. അവ പരിഹരിക്കുവാനും മുന്നേറുവാനും നിങ്ങൾക്ക് സാധിക്കും. ശാസ്താക്ഷേത്രത്തിൽ തീർച്ചയായും നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ഗുണഫലങ്ങൾ അത് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല ശത്രുക്കളുമുണ്ട്. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില ശത്രുക്കളുണ്ട് എന്നുള്ളതാണ്. മുഖം മൂടിയില്ലാത്ത ഇത്തരം വ്യക്തിയിലെ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് പല കാര്യങ്ങളിലും അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ആ ഒരു തിരിച്ചറിവ് പലപ്പോഴും അവർ ചതിക്കുകയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലാതിരിക്കാം എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ഒരു ഫലം അനുകൂലമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും കരുതലോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന തടസ്സങ്ങളാണ് എങ്കിലും അത് വഴിമാറിപ്പോകും എന്നതാണ് വാസ്തവം. വിചാരിച്ചതുപോലെ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്ക് അനുഭവപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നവരെയും തിരിച്ചറിയുകയും അവരെ കൂടെ നിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഭാഗ്യത്തിൻ്റെ നാളുകളാണ് നിങ്ങളിലുള്ളത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ശാസ്താക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാരത്തിനായി ശത്രുസംഹാര പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തുന്നതും ഒപ്പം നെയ്വിളക്ക് തെളിയിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ പല വിധത്തിലും ഭയം ഉണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും. ഭയമില്ലാതെയാകുന്നു എന്നതാണ് വാസ്തവം. ആത്മവിശ്വാസം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്തും ധൈര്യത്തോടെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരും എങ്കിലും അവ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് എന്നതാണ് വാസ്തവം. ഒന്നിനും സാധിക്കില്ല എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും.
അനുകൂലമായ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് കടന്നു വരാനായി പോകുന്നത് എന്നർത്ഥമാക്കാം. ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എവിടെയും ജയിക്കാൻ ഉള്ള സാധ്യത നിങ്ങളിലേക്ക് വന്നു ചേരാം. പലപ്പോഴും പരാജയങ്ങൾ നേരിട്ടിരുന്ന നിങ്ങൾക്ക് അതൊരു മാറ്റമായി തന്നെ മാറും എന്നതാണ് വാസ്തവം. പുതിയ തുടക്കങ്ങൾ വന്നു ചേരാം. ഇതിനാൽ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിത്യവും നിങ്ങൾ അയ്യപ്പസ്വാമിയെ ആരാധിക്കേണ്ടതും അയ്യപ്പസ്വാമിയെ നിത്യവും ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് എന്ന കാര്യം ഓർക്കണം. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. വരും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഒരു കാത്തിരിപ്പ് നിങ്ങൾക്കുണ്ട്. അത് ഈ വർഷം തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറുവാനുള്ള സാധ്യത ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടുതലാണ്. ദീർഘനാളത്തെ പരിശ്രമങ്ങൾക്ക് ഒരു ഫലം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. വീട്, ജോലി, സന്താനഭാഗ്യം, അങ്ങനെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളെ കാത്തിരിപ്പിന് ഒരു അവസാനമാകുന്നു എന്നതാണ് വാസ്തവം. ദൂരയാത്രകൾക്കുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട്. മനസ്സിനും കുടുംബത്തിലും സന്തോഷം നിറയ്ക്കുവാൻ സാധിക്കുന്ന പ്രവൃത്തികൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പലരും നിങ്ങളെ അകറ്റി നിർത്തി എന്നത് വാസ്തവമാണ്. കുറ്റപ്പെടുത്തി, അവഗണനകൾ നേരിട്ടു, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ അവർ പ്രവർത്തിച്ചു എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട്. തീർച്ചയായും അത്തരം വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കുകയോ അവർ ചെയ്തു പോയ തെറ്റ് അവർ മനസ്സിലാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ രൂപപ്പെടാം. സന്തോഷം നൽകാവുന്ന പല വാർത്തകൾ കേൾക്കുക, സന്തോഷം നൽകാവുന്ന കാര്യങ്ങൾ ചെയ്യുക, വേണ്ടപ്പെട്ടവർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. എന്നാൽ ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. നീലാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ തെളിയിക്കുന്നത് നിങ്ങൾക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉത്തമമായി തീരും. നിങ്ങൾ വിചാരിക്കാതെ തന്നെ അനുകൂല ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. 5-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മനസ്സിൽ വളരെയധികം നെഗറ്റീവായ ചിന്തകൾ നിറയുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. നെഗറ്റീവായ ചിന്തകളാൽ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ സമയം ആത്മീയപരമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നഷ്ടപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങളും അത് നഷ്ടപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ് എങ്കിലും തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. അത് കിട്ടാക്കടമാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. സാമ്പത്തിക ദുരിതങ്ങളുണ്ട് എങ്കിൽ അവ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. തൊഴിൽപരമായ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. തൊഴിൽപരമായ ഉയർച്ച ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സൗഭാഗ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുറക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളാകാം ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത്. ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതോടൊപ്പം പരമശിവനെ ആരാധിക്കുന്നതും ശിവഭജനം നടത്തുന്നതും ഈ പരാമർശിച്ച ഫലങ്ങൾ കാലതാമസം കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അയ്യപ്പസ്വാമിയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.